ശ്രദ്ധ തിരിക്കും. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടെന്നരളി ചെയ്ത വിശ്വസ്തനായ നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഒരു ദിവസവും കൂടെ ദൈവവചന പഠനത്തിനായി ഇങ്ങനൊരവസരം കർത്താവ് നൽകിയല്ലോ. നമ്മെ കർത്താവ് വിശ്വാസത്തിൽ നിലനിർത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം മുഴുവനും വലിയ അസ്വസ്ഥതകളിലൂടെ, അശാന്തതയിലൂടെ, അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്നു. മരണഭീതിയാണ് എവിടെയും. എന്ത് സംഭവിക്കും എന്ന് അറിയാത്തത് കൊണ്ട് പലരും ഏറെ ഭാരങ്ങളിലായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. എല്ലാറ്റിലും ദൈവത്തിൻ്റെ നിത്യ പദ്ധതികൾ, അനാദി നിർണയങ്ങൾ നിറവേറേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ആത്യന്തികമായി ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിലേക്കാണ്. അതിനേക്കാൾ വിലപ്പെട്ടതായി ദൈവത്തിന് മറ്റൊന്നുമില്ല. സ്തോത്രം. അതെല്ലാം ദൈവം അനാദിയിൽ തന്നെ തൻ്റെ പൂർവജ്ഞാനത്തിൽ എല്ലാം പദ്ധതിയിട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതിനനുസൃതമായി ലോക സംഭവങ്ങളെ മുഴുവനും ദൈവം നിയന്ത്രിക്കുന്നു. സ്തോത്രം. പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണപക്ഷമല്ല ദൈവത്തിൻ്റേത്. ശക്തമായ പ്രതിപക്ഷമുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ തടയാൻ ആർക്കും കഴിയുകയില്ല എന്ന് മാത്രം. സ്തോത്രം. ദൈവത്തിൻ്റെ നിത്യനിർണയങ്ങളെ തടയുന്നതിനോ മാറ്റുന്നതിനോ ആർക്കും കഴിയുകയില്ല, ഇൻക്ലൂഡിങ് എ പ്രേയിങ് സെയിന്റ്. പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചു പോലും, പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചു പോലും ദൈവത്തിൻ്റെ നിത്യനിർണയങ്ങളെ തിരിച്ചുമറിക്കുവാനായിട്ട് സാധ്യമല്ല. നെവർ എവർ വി ഷുഡ് പ്രേ ടു ചേഞ്ച് ദ മൈൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കേണ്ടതില്ല. സ്തോത്രം. ദൈവം തൻ്റെ മനസ്സ് മാറ്റത്തില്ല. അനാദി നിർണയത്തോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. ദൈവത്തിൻ്റെ അനാദി നിർണയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി തന്നു കഴിയുമ്പോൾ ആ വെളിപ്പെടുത്തിയ തിരുഹിതത്തിനായിട്ട് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം. സ്തോത്രം. ബിലയാമിൻ്റെ കൂട്ട് എന്നാലും എന്നും പറഞ്ഞ് നമ്മൾ നിൽക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ആ ദൈവീക അനാദി നിർണയത്തിലേക്കുള്ള അതിശീഘ്രമായ പുരോഗമനമാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഒന്നും പുറകിൽ നമ്മൾ ആകുലപ്പെടാതെ, സ്തോത്രം, നമുക്ക് നിലനിൽക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. സിനു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ആവർത്തിച്ചു പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിന് ഇതെല്ലാം കാരണമാകട്ടെ. അത് നമുക്ക് നഷ്ടമാകാതിരിക്കേണ്ടതിന് കർത്താവിൻ്റെ വരവിൽ നമുക്ക് യോഹന്നാൻ പറയും പോലെ ധൈര്യമുണ്ടാകേണ്ടതിനും ലജ്ജിതരാകാതിരിക്കേണ്ടതിനും, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ
ഉപദേശിച്ചു തന്നതുപോലെ അവനിലും അതിലും വസിക്കുന്നവർ ആകണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 27 മുതൽക്ക് 20 അല്ലെങ്കിൽ 20 മുതൽക്ക് ഉള്ള വാക്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് 27-ഉം 28-ഉം 29-ഉം ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. 27 മുതൽ 20-ഉം അതിനുശേഷം 27 തൊട്ടും ഒന്ന് വായിച്ചു വിട്ടേക്കാമല്ലോ, നമ്മുടെ വിഷയം അല്ലെങ്കിൽ കൂടെ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പി. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. സ്തോത്രം. പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം. സ്തോത്രം. പരിശുദ്ധനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകം അല്പകാലത്തേക്കല്ല. സ്തോത്രം. ആ അഭിഷേകം നമ്മിൽ സ്ഥിരമായി വസിക്കുന്നതിന് വേണ്ടിയാണ്. സ്ഥിരമായി വസിക്കുന്നത്. സ്തോത്രം. സ്ഥിരമായി വസിക്കുന്നത്. ആ അഭിഷേകം, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്കും പ്രവാചകൻ വരുമ്പോഴും പാട്ടിൻ്റെ ഒടുവിലും മാത്രം ഒന്ന് മൂളി നിൽക്കുന്നതല്ലത്, ഒന്ന് വൈബ്രേറ്റ് ചെയ്യിക്കുന്നതുമല്ല, നമ്മിൽ നിലനിൽക്കുന്നതാണ്. വന്നും പോയി നിൽക്കാനൊന്നുമല്ല പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്, നമ്മളോട് കൂടെ ഇരിക്കുവാൻ, നമ്മിൽ എന്നേക്കും ഇരിക്കാൻ വേണ്ടിയാണ്. ആത്മാവ് നമ്മെ വിട്ടുപോകാൻ ഇടയാക്കരുത് എന്ന് മാത്രം. ആ അഭിഷേകം നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ ഉപദേശിക്കുക. അതുകൊണ്ട് മറ്റൊരാൾ നമുക്ക് ഉപദേശിച്ച് തരാൻ ഇല്ലെങ്കിലും സാരമില്ല. ആ അഭിഷേകം നമ്മെ ഉപദേശിച്ചതുപോലെ നാം അവനിൽ വസിക്കണം. അവനിൽ വസിച്ചാൽ പ്രയോജനം എന്താണ്? അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകും. 2, അവനിൽ ലജ്ജിച്ചു പോകുകയുമില്ല. 2 പ്രയോജനങ്ങൾ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ലജ്ജിച്ചു പോകാതെ ധൈര്യമുള്ളവരായിരിക്കും. ധൈര്യം എന്നതുകൊണ്ട് കോൺഫിഡൻസ്, പ്രാഗൽഭ്യം എന്നാണ് അവിടുത്തെ അർത്ഥം. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നാം പ്രാഗൽഭ്യമുള്ളവരായിത്തീരണം. ലജ്ജിക്കരുത്, ഭയപ്പെടരുത്. സ്തോത്രം. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെക്കുറിച്ച്, പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച്, ക്ഷാമം, ഭൂകമ്പങ്ങൾ, സുനാമികൾ, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ അവയെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങുവാൻ ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നാം അതിൽ 5 മുതൽക്കുള്ള വാക്യങ്ങളാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്.
പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 9-ാമത്തെ വാക്യത്തിലാണ് എത്തി നിന്നത്. അവിടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വളരെ പ്രസക്തമായ പ്രസ്താവനകളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രി വരെ പഠിക്കുകയായിരുന്നു. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി യേശു വന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതിന് 2 പ്രയോഗങ്ങൾ കണ്ടു: മരണം അനുഭവിച്ചുവെന്നും മരണം ആസ്വദിച്ചുവെന്നും. സ്തോത്രം. പിന്നെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമുക്ക് യേശുവിനെ കാണുവാനും സാധിച്ചു. 9-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ് നാം ഇത്രയും കാര്യങ്ങൾ കണ്ടത്. നമുക്ക് അല്പം ചില കാര്യങ്ങൾ കൂടെ 8ഉം 9ഉം വാക്യങ്ങളിൽ നിന്നും ഗ്രഹിച്ചതിന് ശേഷം 10-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 8ഉം 9ഉം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. നീ അവനെ അധിപതി ആക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ കണ്ടു 8-ാം വാക്യത്തിൻ്റെ തുടക്കം വരെ, അല്ലെങ്കിൽ അതിൻ്റെ പകുതി വരെ, മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച ആഗ്രഹം, ദൈവം ഒരുക്കിയ പദ്ധതി. പക്ഷേ 8-ാം വാക്യത്തിൻ്റെ ഒടുവിൽ, അല്ലെങ്കിൽ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യൻ അതെല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു എന്ന്. ഒരു വല്ലാത്ത നിരാശയുടെ ഒരു സ്ഥിതി നമുക്ക് തോന്നിപ്പോകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൺമുൻപിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തോന്നിപ്പോകും. ഒരു ഭയങ്കര ഗൃഹാതുരത്വം തോന്നാറുണ്ട്. ഇവിടെയും ഈ വാക്യം വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നുക. സ്തോത്രം. രാജകീയമായി വാഴേണ്ടിയിരുന്നവൻ, സ്തോത്രം, ഇപ്പോൾ ദാസനെ പോലെ. വളരെ പ്രയാസം. പക്ഷെ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. നമ്മൾ കണ്ടു 9-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്കിലും. A particular word of contrast. The apostle is presenting here a contrast. ഒരു വൈപരീത്യം ഇവിടെ ലേഖകൻ അവതരിപ്പിക്കുന്നു. ഒരു വൈപരീത്യം. എന്ത് വൈപരീത്യ? സ്തോത്രം. 2 മനുഷ്യന്മാരെ അവിടെ കാണിക്കുന്നുണ്ട്. 2 മനുഷ്യന്മാരെ. ഒന്നാമത്തെ മനുഷ്യൻ
ഒടുവിലത്തെ മനുഷ്യനും. ആ പദമൊന്നും അവിടെ എഴുതിയിട്ടില്ല, എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും, ബട്ട്, എങ്കിലും. സ്തോത്രം. ആ എങ്കിലും എന്നതാണ് 8-ാം വാക്യത്തെയും അല്ലെങ്കിൽ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളെയും 9-ാം വാക്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സ്തോത്രം. എങ്കിലും രണ്ട് വ്യക്തികളെ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് 2 ആഡംസ്, 2 ആദാമുമാരെ എന്ന് നമുക്ക് പറയാം. 2 ആദാമുമാരെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. 1-ാം ആദാമും ഒടുക്കത്തെ ആദാമും. എങ്കിലും കണ്ടോ, 2 പേരെ തമ്മിലുള്ള ഒരു താരതമ്യം, ഒരു വൈപരീത്യം. 1 കൊരിന്ത്യർ 15:45, 1 കൊരിന്ത്യർ 15:45, 15:45 ഫസ്റ്റ് കൊരിന്ത്യൻസ്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്. എങ്കിലും താരതമ്യമാണ്. ആരൊക്കെ തമ്മിൽ? 1-ാം മനുഷ്യനായ ആദാമും പിന്നെ ഒടുക്കത്തെയാണോ 2-ാമത്തെയാണോ? ഒടുക്കത്തെ, ലാസ്റ്റ് ആഡം. 1-ാം ആദാം നമ്മുടെ വല്യപ്പച്ചനാ. ഒടുക്കത്തെ ആദാം നമ്മുടെ സ്രഷ്ടാവ. 1-ാമത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവൻ. എവിടെ നിന്നും? ഭൂമിയിൽ നിന്നും. സ്തോത്രം. എന്നാൽ ഒടുക്കത്തെ ആദാമോ? ജീവിപ്പിക്കുന്ന ആത്മാവ്. എങ്കിലും ഒന്ന് താരതമ്യം ചെയ്തോളാനാ ലേഖകൻ പറയുന്നത്. ഇനി 47, അല്ലെങ്കിൽ തുടർന്നങ്ങ് വായിച്ചു. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അവിടെ നിൽക്കണ സുജെ, അവിടെ പ്രാകൃതം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രാകൃതൻ എന്ന അർത്ഥത്തിൽ എടുക്കരുത്. സ്വാഭാവികം അഥവാ ഭൗതികം എന്ന അർത്ഥമേ അവിടെ ഉള്ളൂ കേട്ടോ. മണ്ണുകൊണ്ടുള്ള മനുഷ്യനാണ് ആദ്യം ഉണ്ടായത് എന്ന് നമ്മുടെ ഭൗതികതയെ എടുത്ത് ഒന്ന് പറയുന്നേ ഉള്ളൂ. ശരി, ഇനി വായിച്ചാട്ടെ. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയവനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്തോത്രം. ഇവിടെ 1-ാം മനുഷ്യനായ ആദമിനെയും 2-ാം മനുഷ്യനെന്നും ഒടുക്കത്തെ ആദാമെന്നും വിളിക്കുന്ന യേശുക്രിസ്തുവിനെയും താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുക. ആദാമിന് നഷ്ടപ്പെട്ടതും യേശുക്രിസ്തുവിന് ഇൻഹെറന്റ് ആയിട്ട് ഉള്ളതും, യേശുക്രിസ്തുവിന് അവകാശപ്പെട്ടതുമായ അവസ്ഥകളെ താരതമ്യം ചെയ്യുന്നു. അതുപോലെ ആ 1-ാം മനുഷ്യന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചും
രണ്ടാം മനുഷ്യൻ അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമിന് തിരികെ ലഭിക്കുന്ന അല്ലെങ്കിൽ തിരികെ പ്രാപിക്കുന്നതിനെ കുറിച്ചും പറയുന്നു. സ്തോത്രം. ആ ഒരു താരതമ്യമാണ് നാം അവിടെ കാണുന്നത്. വ്യക്തമാകുമായിരിക്കുമല്ലോ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ലെന്ന് കരുതുന്നു. സ്തോത്രം. അപ്പൊ ഈ താരതമ്യമാണ് അവിടെ ഉള്ളത്. ഒരു കാര്യവും കൂടെ ഉണ്ട്. ഒന്നാം മനുഷ്യനിൽ നാം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നതിനെ കുറിച്ചും ഒടുക്കത്തെ മനുഷ്യനിൽ അല്ലെങ്കിൽ ആദാമിൽ കൂടെ നമുക്ക് തിരികെ ലഭിക്കുന്നതിനെ കുറിച്ചും കൂടെയുള്ള ഒരു താരതമ്യം അവിടെ ഉണ്ട്. അപ്പം 3 പ്രധാനപ്പെട്ട താരതമ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, വ്യക്തികൾ, മനുഷ്യനും യേശുക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യം. രണ്ടാമത്, ഒന്നാം ആദാമിന് നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ ആദാമിന് സ്വാഭാവികമായും ക്രൂശ് മരണം നിമിത്തവും ലഭിക്കുന്നത്. 3, ഒന്നാം മനുഷ്യനിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് എന്നാൽ ഒടുക്കത്തെ ആദാമിൽ കൂടെ നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള താരതമ്യമാണ് എങ്കിലും എന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. എങ്കിലും എന്നിട്ട് അവിടെ പിന്നെയും പറയുന്ന ഒന്ന്, where first Adam was defeated, there the last Adam succeeds. ഒന്നാം ആദാം പരാജയപ്പെട്ടിടത്ത് ഒടുക്കത്തെ ആദാം ജയിക്കുന്നു, ജയാളിയാവുന്നു. സ്തോത്രം. അതാണ് the glory lost in verse 8, the glory regained in verse number 9. സ്തോത്രം. മഹത്വം നഷ്ടപ്പെട്ടു പോയ ആദാം രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത് മഹത്വം തിരികെ പ്രാപിക്കുന്ന. സ്തോത്രം. എന്നിട്ട് നമ്മുടെ അടുത്തതായിട്ട് അപ്പോസ്തലൻ പറയുന്നു, ഒന്നും കൂടെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. 8-ന്റെ അവസാനം വായിച്ചാൽ മതി. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. വളരെ വിഷമം തോന്നുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. ദൈവം പദ്ധതിയിട്ട അല്ലെങ്കിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ ഒന്നും മനുഷ്യനെ കാണുന്നില്ല.
സ്തോത്രം. കാണുന്നില്ല. ഇനി 9-ാം വാക്യം വായിച്ചേ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. കാണുന്നു. 8-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്നില്ല. 9-ാം വാക്യത്തിന്റെ ഒടുവിൽ കാണുന്നു. വളരെ നിസ്സാരമായ ഒരു സംഗതി അല്ലേ? പക്ഷെ വളരെ അർത്ഥമുണ്ടല്ലോ. ഒത്തിരി വിവരിക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. വി ഡു നോട്ട് സീ അല്ലേ, അതോ കനോട്ട് സീയോ? 8-ാം വാക്യത്തിൽ ഓക്കെ, Do not see. ഡു നോട്ട് സീ. സ്തോത്രം. വി ഡു നോട്ട് സീ. പക്ഷേ നമ്മള് 9-ാം വാക്യത്തിൽ കാണുന്നതോ വി സീ ഹിം. ആംപ്ലിഫൈഡ് കൊടുത്തിരിക്കുന്നത് ബട്ട് വി ആർ ഏബിൾ ടു സീ ജീസസ്. സ്തോത്രം. ഒരിടത്ത് കാണുന്നില്ല. നമുക്കതിനെ വേണം ഇങ്ങനെ പറയാം, ആദാമിനെ തന്നെ കാണാനില്ല തുടങ്ങും. അതുകൊണ്ടാണ് സ്രഷ്ടാവ് വിളിച്ചുകൊണ്ട് വരുന്നത്, ആദാമേ ആദാമേ നീ എവിടെ? 33-ാമത്തെ വാക്യത്തിൽ, ആദാമേ നീ എവിടെ? ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥലത്തെങ്ങും നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ നിന്നെ ആക്കി വെക്കാൻ ആഗ്രഹിച്ചിടത്തും നിന്നെ കാണുന്നില്ലല്ലോ. സ്തോത്രം. ഏതായാലും ഒടുവിൽ അവനെ കണ്ടെത്തി. അവൻ തന്നെ പുറത്തു വന്നു. കർത്താവിന് അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ലല്ലോ. ആദാമിനെ തന്നെ കാണാൻ ഇല്ലാത്തതുപോലെ അവൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. Adam himself was lost. And that's why in Genesis 3 verse 9, God was searching after him. Okay? അപ്പോൾ ആദാമിനെ കാണുന്നില്ല. ആദം തന്നെ നഷ്ടപ്പെട്ടു പോയി. അതേസമയം യേശുവോ, ഇതാ ഞാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇവിടേക്ക് ഇറങ്ങി വന്നത്. ഇതാ ഞാൻ വരുന്നു. പരസ്യമായിട്ട്. കർത്താവിന് ഒരു രഹസ്യ അജണ്ടയില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ കാണുന്നില്ല, കാണുന്നു. കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം. ലോസ്, പൂർണ്ണമായും നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടവനായി മാറി. അതിനെ ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ കാറ്റസ്ട്രോഫിക് കോൺട്രാസ്റ്റ് എന്നാ. എ കാറ്റസ്ട്രോഫിക് കോൺട്രാസ്റ്റ്. നമുക്കിവിടെ ഏതാണ് കാണാൻ കഴിയുന്നത്? ആദം പാപത്തിൽ വീണു. അവന്റെ മേലുണ്ടായിരുന്ന ദൈവീകമായ ഭാഗങ്ങളൊക്കെ അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം.
8-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചു വിട്ടേക്കുമോ? സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സ്തോത്രം. എന്താണ് കാരണം? ഹ്യൂമൻ സിൻ, മനുഷ്യന്റെ പാപം. നഷ്ടപ്പെട്ടു പോയി. അധികാരം, പദവി ഒക്കെ നഷ്ടപ്പെട്ടവനായി നമുക്ക് മനുഷ്യനെ ഇവിടെ കാണാം. പക്ഷേ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എങ്ങനെയാണെന്ന് വായിച്ചേ? എന്നാൽ ഇപ്പോൾ ഇപ്പോൾ സകലവും ആ അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ആ, ഇപ്പോൾ കാണുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം He will see it. Yet, not yet. യെസ്, ഇതുവരെ അത് പ്രാപിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ദിസ് ലോസ് ഈസ് നോട്ട് പെർമനന്റ്. ആദമിന്റെ പാപത്തിലൂടെ മനുഷ്യവർഗത്തിന് എന്ത് സംഭവിച്ചു? വീഴ്ച അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചു. പക്ഷെ ഈ വീഴ്ച അല്ലെങ്കിൽ ഈ നഷ്ടം എന്തല്ല? Permanent. പെർമനന്റ് അല്ല, സ്ഥിരമല്ല. ഇപ്പോൾ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഭാവി കാലത്തിൽ എവിടെയോ ഒരു നിമിഷമുണ്ട്, അന്ന് നിങ്ങൾ കാണും. സ്തോത്രം. മനസ്സിലായല്ലോ? മനുഷ്യകുലത്തിന് ആദാമിന്റെ പാപം നിമിത്തം നേരിട്ടിരിക്കുന്ന പരാജയവും നഷ്ടവും എന്നേക്കുമായിട്ടല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമാണത്. ഇതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. മനുഷ്യൻ വീണു, പാപത്തിൽ അകപ്പെട്ടു, ശരിയാ. പക്ഷെ ദൈവം അവനെ അവിടെ ഉപേക്ഷിച്ചു പോയില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പൊ പെർമനന്റ് അല്ല എന്ന് വെച്ചാൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ട്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവും. പ്രൈസ് ഗോഡ്. അതെപ്പോഴാണ് നമുക്കറിയില്ല. നമ്മുടെ പ്രത്യാശ അതാണ്. എല്ലാം ശരിയാകും, അല്ലേ? സ്തോത്രം. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നും അർത്ഥം വരാമല്ലോ. അതെ, സൃഷ്ടിയുടെ ആരംഭത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇരുന്നല്ലോ. അത് എത്ര കാലം തുടർന്നു എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടു എന്ന് വന്നേക്കാം, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ മുൻപായിരുന്നു, ഭാവിയിലും അത് സംഭവിക്കും. അതിനിടയിലുള്ള ഒരു വീഴ്ച വന്ന കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ആയിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം.
ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആദവിനെ സൃഷ്ടിച്ചതിന് നാളുകൾക്ക് ശേഷമായിരിക്കാം അവയെ സൃഷ്ടിച്ചതെന്നും നമുക്ക് ചിന്തിച്ചുകൂടെ? എന്തോ പാസ്റ്റർ ഒന്നും കൂടെ? അല്ല, ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആദവിനെ സൃഷ്ടിച്ചതിന് നാളുകൾക്ക് ശേഷമായിരിക്കാം അവയെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? തീർച്ചയായിട്ടും. ഉടനെയല്ല, എത്ര നാളുകൾ പിന്നിട്ടു എന്ന് നമുക്കറിയില്ല എന്ന് മാത്രം. സകലത്തെയും സൃഷ്ടിച്ചു, ആദാം അവയ്ക്കെല്ലാം പേരിട്ടു, ആദാം അവയ്ക്കെല്ലാം പേരിട്ടു. പക്ഷേ ആദാമിന് തക്കതായൊരു തുണയെ കണ്ടുകിട്ടിയില്ല. അത് സൃഷ്ടിപ്പിന്റെ അന്ന് തന്നെയാണ്, പിറ്റേ ദിവസമാണെന്നൊന്നും നമുക്ക് സൂചനയില്ല. എത്ര നാളുകൾ അങ്ങനെ തുടർന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അല്ല, കുറച്ചാള് ആദാം ഏകനായിട്ട് ഇരുന്നല്ലോ. തീർച്ചയായിട്ടും നിലവിൽ ദൈവം പറഞ്ഞ മനുഷ്യ ഏകനായി ഇരിക്കുന്നത് ഇരിക്കുന്നത് നന്നല്ലോ. നന്നല്ല. To take maybe long time. Yeah. നമ്മളത് എത്ര കാലമാണെന്നൊന്നും കണക്കൂട്ടി കണ്ടുപിടിക്കാൻ പോകാതിരിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. പഠനാർത്ഥം നമുക്ക് ആ ഒരു ചിന്തയിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ആദാമിന് അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് സകലവും കീഴ്പ്പെട്ടിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. ഇനിയും ഒരു ഭാവി കാലവും വരുന്നു. അതിനിടയിലുള്ള ഈ വീഴ്ച കാലഘട്ടം താൽക്കാലികമാണ്. ഇതിൽ നിന്ന് വിമോചനമുണ്ട്, അഥവാ വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പഠിച്ചത് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നിന്ന് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. ഇപ്പൊ സൃഷ്ടികൾക്ക് ഒരു വിമോചനമുണ്ട്. അത് മനുഷ്യന്റെ വീണ്ടെടുപ്പിലൂടെ മാത്രമാണ്. സ്തോത്രം. ഒരു ചോദ്യം വന്നത്, isn't they created together as male and female originally, and God simply separated Eve from Adam? Sure. ദൈവം അവരെ സൃഷ്ടിച്ച നാളിൽ അവരെ ഒറിജിനൽ സൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദാം ഹവ്വമാരെ ഒന്നായിട്ട് സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. സ്തോത്രം. ദൈവം അവർക്ക് ആദം എന്ന് പേരിട്ടു എന്നാണ് നാം കാണുന്നത്. ഉൽപ്പത്തി 1:27 വാക്യം, 1:27 ജെനസിസ്. So God created man in his own image. In the image of God, he created him. Male and female, he created them. Yeah. Male and female, he created them. സ്തോത്രം.
അതുകൊണ്ടാണ് ചില ചിന്തകന്മാർ പറയുന്നത് വുമൺ വാസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് മാൻ. മനുഷ്യനിൽ അല്ലെങ്കിൽ പുരുഷനിലായിരുന്നു സ്ത്രീയുടെയും അസ്തിത്വം, തിരിച്ചല്ല. അപ്പൊ ദൈവം ആദം ഹവ്വമാരെ ഒന്നായിട്ടാണ് സൃഷ്ടിച്ചത്. ആദമിൽ നിന്ന് ഹവ്വയെ വേർപെടുത്തിയെടുത്തതേ ഉള്ളൂ എന്ന് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി 1-ലും 2-ലും സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തമായ റെക്കോർഡ്സ് ആണുള്ളത്. അത് തിയോളജിക്കലി പല കാരണങ്ങളുണ്ട് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ തന്നെ അവരെ ഒന്നായിട്ട് സൃഷ്ടിച്ചിരുന്നു. ഹവ്വയെ പിന്നീട് ആദമിൽ നിന്നും വേർപെടുത്തിയെടുത്തു എന്നുള്ളത് തന്നെയാണ് കൂടുതൽ യുക്തമായിട്ടുള്ളതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും. ആ അവസ്ഥയിൽ എത്ര നാളിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ സകലത്തെയും മനുഷ്യൻ കീഴാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇനിയും വരുവാനിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഇന്നുള്ളവരിൽ നിന്നും ഒരാണിനെ ഒരു പെണ്ണിനെയും കൂടെ വേർതിരിച്ചെടുക്കണം. 2 വ്യക്തികളെ വേർതിരിച്ചെടുക്കണം. ആദമിലും ഹവയിലും 2 വ്യത്യസ്ത വ്യക്തികളാ, ഒരു പൂർണ്ണ പുരുഷനും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത്. അതും ട്രാൻസ്ജെൻഡറുമായിട്ട് ഒട്ടും യോജിക്കത്തില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ. No, it can be for debate actually. ഡിബേറ്റ് പക്ഷെ വാരിയലിൽ എടുത്ത് നിർമ്മിച്ചു എന്ന് കൂടെ പറയുന്നില്ല പാസ്റ്ററെ? അത് തന്നെ. അപ്പം ഉള്ളത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നിർമ്മാണം നടക്കുന്നില്ലല്ലോ. ആദമിന്റെ അസ്ഥിയിൽ നിന്നല്ലേ എടുത്തു മാറ്റുന്നത്? അതെ, പക്ഷെ അസ്തിത്വം എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ആ സ്ത്രീയുടെ പൂർണ്ണത പുരുഷനോട്, അതുകൊണ്ടാണ് വിവാഹം വരുന്നത്, അല്ലെ? ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പറയുമ്പോൾ ബോൺ എടുത്തു, പക്ഷെ ദൈവം അതിനെ ഒരു പുതു സൃഷ്ടിയാക്കി, ഒരു സൃഷ്ടിപ്പിന്റെ കർമ്മം അവിടെ ചെയ്യുന്നുണ്ടല്ലോ. ആ സൃഷ്ടിപ്പിന്റെ കർമ്മം എന്ന് പറയുന്നത് ആദമിൽ നിന്ന് ഉണ്ടായിരുന്നതിൽ നിന്നും വേർപെടുത്തിയ ഒരു ഭാഗമാണ്. അതിനെ രൂപപ്പെടുത്തിയെടുത്തതും രൂപപ്പെടുത്തിയെടുത്ത്. അപ്പൊ ആദാമിൻ്റേതുപോലെ ഒരു പുതിയ എൻറ്റിറ്റി ആയിട്ടല്ല, ഒരു പുതിയ ആസ്തികതയായിട്ടല്ല അവിടെ സൃഷ്ടിച്ചത്. അതുകൊണ്ടായിരിക്കും എന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇങ്ങനെ പറയുമ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ വലിയൊരു ഡിബേറ്റ് നമ്മള് കറക്റ്റ് പാസ്റ്റർ, അത് വളരെ മീനിങ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാര്യം. തീർച്ചയായും. അപ്പം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആശയം ഒറ്റ വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്ന ചിലത് ശാരീരികമാണ്, അധികവും മാനസികവുമാണ്. ആ ഒരു ഡിബേറ്റിന് വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തിട്ടത്. കാരണം ഒരു ജനറൽ ആയിട്ടൊരു അവയർനെസ് വേണം. അപ്പം ഇതിന്റെ ബേസിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എന്തുവാ ഒന്നിലധികം ഒരു ലൈംഗികതയെന്നോ
താല്പര്യമെന്നോ സ്വഭാവമെന്നോ ഒക്കെ പറയുന്ന ഒന്നിവിടെ ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആദാമിനും ആ സ്വഭാവം കാണണമായിരുന്നു. ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഇതുമായിട്ട് നമുക്ക് തട്ടിക്കാനേ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ലൈവായിട്ട് പോകാൻ ഞാനും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് കയറി പറയുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആകുമോ എന്നുള്ളൊരു ഭയവും ഉണ്ട്. ഇല്ല, അതിനാണല്ലോ ചോദിക്കാൻ സമയം തരുന്നത്. യാ ആ, പ്രൈസ് അത് അല്ലാതെ ഇടയ്ക്ക് സെന്റൻസിന് ഇടയ്ക്ക് കയറണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. നമുക്ക് അതിനുള്ള അവസരം നമ്മൾ തരുന്നുണ്ടല്ലോ. ഇനി അങ്ങനെയാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ചാറ്റ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഞാനത് കണ്ടോളാം. കണ്ടിട്ട് അവിടെ നിർത്തേണ്ട ആ ഭാഗം വരുമ്പോൾ നിർത്തിയിട്ട് അതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ പലരും ചെയ്യുന്നത്. അപ്പം ഡിസ്റ്റർബൻസ് അതിൽ വരത്തില്ല. ഇന്ററപ്ഷൻ അന്നേരം വരുമ്പോൾ പാസ്റ്ററെ, ഡിസ്റ്റർബൻസ് ആകും. ആ ഇന്ററപ്ഷൻ വേണ്ട നമുക്ക്. ചോദിച്ചോ സുജ. ഈ അർത്ഥത്തിലാണോ പൗലോസ് പറയുന്നത് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്ന് അത്രേ അതെ, ഉണ്ടായെന്ന് ആ പറയുന്നത്? അർത്ഥത്തിൽ തന്നെയാ പറയുന്നത്. പാസ്റ്ററെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംഗിൾനെസ് അല്ലേ കാണുന്നത്? ആന്നു. സ്ത്രീയുടെ ഒരു സെപ്പറേറ്റ്. സെപ്പറേറ്റ് ആയിട്ട് സ്ത്രീ എന്നുണ്ടായിരുന്നില്ല. അവനിൽ ആ ആസ്തികത ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ ഇതിനോട് സമമായിട്ടാണല്ലോ സഭയെയും ക്രിസ്തുവിനെയും കുറിച്ച് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സഭ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, ക്രിസ്തുവിൽ എന്നൊരു അർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിനെ തിയോളജിക്കലി ആ നിലയിൽ ഒരുപക്ഷെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാധാരണമായ ഒരു മനസ്സിലാക്കലിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മനുഷ്യൻ ഏകനായിരുന്നു. ഒറ്റ വ്യക്തി മാത്രമേ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ വ്യക്തിയിലാണ് അവൻ പോലും ഒരുപക്ഷെ അറിയാതെ ഇങ്ങനെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ആളത്വം ഉണ്ടായിരുന്നത്. ആ വ്യക്തിയുമായിട്ട് ആദാമിന് സംഭാഷിക്കാനോ ഇടപെടാനോ തിരിച്ചറിയാൻ പോലുമോ കഴിഞ്ഞിരുന്നില്ല. അതിനെ ദൈവം ആ കൃത്യസമയമായപ്പോൾ മാറ്റിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അവരിൽ ആ സമയത്ത് ആദാമിൽ മാത്രം ഒറ്റ ആത്മാവ്, ഒറ്റ ബോഡി, ഒറ്റ പ്രാണൻ ഒന്നായിരുന്നു. അതിൽ നിന്നും വേർതിരിച്ചെടുത്തപ്പോഴാണ് അതിനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞതെന്ന് മാത്രം. അല്ലാതെ ആദമിൽ തന്നെ രണ്ടാത്മാവ്, രണ്ട് ശരീരം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഹിഡൻ ഇൻ ആഡം. അതെ. അത് സാധാരണയൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ആപ്പിളിനകത്ത് എത്ര വിത്തുണ്ടെന്ന് നമുക്ക് എണ്ണാം, എന്നാൽ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടെന്ന് എണ്ണാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു തത്വം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അതിനെ വേദപുസ്തകത്തോട്, നമ്മളിപ്പോൾ പഠിക്കുന്ന എബ്രായ ലേഖനത്തോട് ചേർക്കുകയാണെങ്കിൽ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അബ്രഹാം മൽക്കീസേദേക്കിന് ദശാംശം കൊടുത്തു, 10-1 കൊടുത്തു. അപ്പോൾ എഴുത്തുകാരനോട് പറയുന്നു, ഒരർത്ഥത്തിൽ ഇന്ന് ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് ഇരുന്നു കൊണ്ട്
ദശാംശം കൊടുത്തയാള്. അപ്പോൾ ഇന്ന് ദശാംശം വാങ്ങുന്ന ലേവിയിൽ നിന്ന് പോലും ദശാംശം 10 എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഭാഷ ദശാംശം എന്നങ്ങ് പറയുന്നുള്ളൂ. ദശാംശം വാങ്ങിയ മഹാനായ മൽക്കീസേദേക്ക് എന്നാ പറയുന്നത്. അപ്പോൾ അബ്രഹാമിൽ ആ സമയത്ത് ലേവിയും ഉണ്ടായിരുന്നു. ഈവൻ നമ്മളൊക്കെ എങ്ങനെ പാപികളായത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ ആദമിൽ നമ്മളെല്ലാവരും ആദമിൽ ഉണ്ടായിരുന്നു. ആദമിലുണ്ടായിരുന്നു. ആ വിത്ത് മൂലം. അതെ. ഇപ്പം റോമർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും, അതിക്രമം ചെയ്യാത്തവരിലും മരണം വാണു. അപ്പം നമ്മളാരും ആദാമിന് തുല്യമായി കൽപ്പന ലംഘിച്ച് പാപികളായവരല്ല. പാപം ചെയ്ത് പാപികളായ 2 മനുഷ്യർ മാത്രമേ ഉള്ളൂ. There are only 2 persons who became sinners by committing sin, doing an act of entire humanity is sinners just because of they are born in sin through Adam. നമ്മളെയൊക്കെ ദൈവം വേർതിരിക്കുന്നത് തലമുറകളായിട്ടാണെന്ന് മാത്രം. എന്നാൽ ആദം ഹവ്വമാരെ വേർതിരിച്ചത് അല്പം കൂടെ വ്യത്യസ്തമായ രീതിയിൽ ആദമിൽ നിന്ന് വേർതിരിച്ച് അന്നേരം അങ്ങ് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ വ്യത്യാസം അതിലുണ്ട്. അല്ലെങ്കിൽ ആദമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. ആ സമയത്ത് ശരീരവും ആത്മാവും എല്ലാം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെയാണ് ദൈവം മാറ്റി സൃഷ്ടിച്ചത്. അന്ന് സകലവും ഈ മനുഷ്യന് കീഴ്പ്പെട്ടിരുന്നു. ഹവ്വായെ ചതിക്കാൻ വന്ന സർപ്പം ഉൾപ്പെടെയുള്ളവയെല്ലാം ആദാം ഹവ്വമാർക്ക് കീഴ്പ്പെട്ടിരുന്നവയായിരുന്നു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സർപ്പം ഹവ്വയ്ക്ക് കൽപ്പനയൊന്നും കൊടുക്കാതിരുന്നത്. സജഷൻസ്, ജസ്റ്റ് ഉപദേശങ്ങളോ ആലോചനകളോ മാത്രം. യേശുക്രിസ്തുവിൻ്റെ അടുക്കലും അതേ തന്ത്രവുമായിട്ടാണ് പിശാച് വരുന്നത് പരീക്ഷാ സമയത്ത്. എന്നാൽ കർത്താവ് അവയ്ക്ക് കീഴ്പ്പെടാതെ കർത്താവിൽ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നൽകപ്പെട്ടിരുന്ന അധികാരത്തെ ഉപയോഗിച്ചു അവൻ്റെ മേൽ ജയാളിയായി. യേശുക്രിസ്തു പിശാചനെ ജയിക്കുന്ന വിവിധ തലങ്ങളുണ്ട്. അതിലൊന്ന് ഇതായിരുന്നു. അവൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടാതെ അവനെ കീഴാക്കി. യേശുക്രിസ്തു സാത്താനെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെടുത്തി. അതിനേക്കാൾ ഈസിയായിട്ട്, വളരെ ലളിതമായിട്ട്, സരളമായിട്ട് ആദം ഹവ്വമാർക്ക് സാത്താനെ ജയിക്കാമായിരുന്നു. സർപ്പത്തിൻ്റെ ആലോചനയെ തള്ളിക്കളയാമായിരുന്നു. അത്രയ്ക്ക് അധികാരം അവർക്കൊന്നുണ്ടായിരുന്നു. All of these creations were subjected to Adam and Eve before they committed sin. But they did not use their authority and they yielded to by volunteer decision.
എന്നാൽ ഇനിയും വരുന്നു ഒരു കാലം. ആ കാലം വരുന്നതിനും മുമ്പേ, ആ കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ സകലത്തെയും കീഴാക്കി ഭരിക്കുന്ന ആ കാലം വരുന്നതിനും മുമ്പേ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നാം ഒരുത്തനെ കാണുന്നുണ്ട്. സകലത്തെയും തൻ്റെ കാൽ കീഴിലാക്കി വെച്ചിരിക്കുന്നവൻ. കൊലോസ്യർ 2:15 നമ്മൾ വായിക്കുന്നത് പോലെ വാഴ്ചകളെയും അധികാരങ്ങളെയും അധികാരങ്ങളെയും ആയുധവർഗം ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ വിജയം ഇറ്റ് വാസ് അൾട്ടിമേറ്റ്, ആത്യന്തികമായിരുന്നു. സ്തോത്രം. പൂർണ്ണമായ ഇംപ്ലിമെന്റിങ് നടന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അല്പസമയം കൂടെ എടുക്കുമെന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ പാടുന്നത് പോലെ വാനം ഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം, വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധവർഗം വയ്പ്പിച്ച നാമം. അതാണ് കൊലോസ്യർ 2:15. ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് കീഴ്പ്പെടുത്തി. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ഇന്നും ജയാളി തന്നെ. സത്യത്തിൽ യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു ജയാളിയാകാൻ ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ക്രൂശിൽ മരിച്ചത് സാത്താനെ ജയിക്കാനൊന്നുമല്ല, പാപത്തിന് പ്രായശ്ചിത്തം വരുത്താൻ വേണ്ടിയിട്ട് മാത്രം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കാൻ വേണ്ടി. സ്തോത്രം. ദൈവത്തിൻ്റെ നിയമത്തെ, ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി. അല്ലാതെ സാത്താനെ ജയിക്കാൻ യേശുവിന് ക്രൂശിൽ കയറേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ ഭൂമിയിൽ ജീവിച്ചു ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ യേശു തൻ്റെ അധികാരവും ശക്തിയും വെളിപ്പെടുത്തി കഴിഞ്ഞു. സ്തോത്രം. ഓവർ ദ നേച്ചർ and also over the spirit world. Jesus had manifested his rulership, his authority, even before his crucifixion. And therefore it was not necessary for Jesus to be crucified for obtaining authority over the devil. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തന്നെ യേശുക്രിസ്തു പ്രാകൃതിക ശക്തികളിന്മേലും സാത്താന്യ അല്ലെങ്കിൽ ആത്മമണ്ഡലം, ഇന്ന് നമ്മൾ കേൾക്കാറുള്ളത് പോലെ ആത്മമണ്ഡലത്തിന്മേതെയും ജയം ആഘോഷിച്ചവനാണ് കർത്താവ്. പ്രകൃതി ശക്തികളെ യേശുക്രിസ്തു വരുതിക്ക് നിർത്തിയില്ലേ? മരണത്തിൻ്റെ മേൽ യേശു ജയം വരിച്ചില്ലേ? ഉയർത്തെഴുന്നേറ്റപ്പോൾ മാത്രമല്ലല്ലോ മരണത്തിൻ്റെ മേൽ യേശു ജയം കൊണ്ടാടിയത്. നമ്മുടെ അറിവിൽ അതിനും ഒക്കെ ഒത്തിരി പേരെ മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്, യോഹന്നാൻ പറയുന്നതനുസരിച്ച്. എന്നാൽ 3 പേരെ നമുക്കറിയാം. യായിറോസിന്റെ മകൾ വീട്ടിൽ നിന്നും അവളെ ഉയർപ്പിച്ചു.
നിനവയിലെ വിധവയുടെ മകൻ ശ്മശാനത്തിന്റെ വഴിയിൽ വെച്ച് അവനെ ഉയർപ്പിച്ചു. നയീനിലെ നയീനിലെ വിധവയുടെ, ഞാനെന്തായിരുന്നു പറഞ്ഞേ? നിനവേ. സോറി നയീനിലെ വിധവയുടെ. താങ്ക് യു. മൂന്നാമത്തെ ആള് നമുക്കറിയാം, ലാസറ. കല്ലറയ്ക്കകത്തു നിന്നും 3 പാഠങ്ങളാ കർത്താവ് തരുന്നത്. യൈറോസിന്റെ മകള് മരിച്ചതേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു ശരീരം ശരിക്ക് തണുത്തിട്ട് പോലും ഇല്ല. അതിനു മുമ്പ് അവളെ ഉയർപ്പിക്കുന്നത്, ഉറങ്ങാണെന്നും പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചത്. നയീനിലെ വിധവയുടെ മകൻ ഉറപ്പിച്ചു, മഞ്ചത്തെ വെച്ച്, നോർത്ത് ഇന്ത്യയിലെ രീതിയാണെങ്കിൽ വെച്ച് കെട്ടി. ഇവിടാണെങ്കിൽ മഞ്ചവും ശവപ്പെട്ടിയൊന്നും വേറെ ഇല്ല. 2 മുളക്കഷ്ണം എടുത്ത് വെച്ച് അതിൽ കുറച്ച് കച്ചിയൊക്കെ ഇട്ട് ഒരു തുണിയും കൂടെ ഒക്കെ വിരിച്ച് ബോഡി അതിൽ വെച്ച് കെട്ടിയെടുത്തുടങ്ങ് പോകത്തുള്ളൂ. യഹൂദന്മാർ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ലാസർ നമുക്കറിയാം അഴുകിത്തുടങ്ങി. അപ്പോൾ യേശു അവിടെ എല്ലാം പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തികളുടെ മേലും മരണം ഉൾപ്പെടെ ദ്രവത്വം ഉൾപ്പെടെ, ഡെത്ത് ആൻഡ് ഡീകേ, ഇൻക്ലൂഡിങ് ഡെത്ത് ആൻഡ് ഡീകേ, Jesus proved that he is above them. He had or he has authority and rulership over them. തെളിയിച്ചു. ഇന്നും കർത്താവിനത് സാധിക്കും. പിന്നെ പൈശാചിക ലോകത്ത്, സ്പിരിറ്റ് വേൾഡ്, പൈശാചിക ലോകത്തിന്റെ മേലും. അപ്പോൾ യേശു ഒരു പൂർണ്ണ മനുഷ്യനായിക്കൊണ്ട് തന്നെ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തു, തൻ്റെ അധികാരം വെളിപ്പെടുത്തി. ക്രൂശിൽ യേശുവിന് കയറേണ്ടി വന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ ന്യായപ്രമാണം നിവർത്തിപ്പാൻ, ന്യായപ്രമാണത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ. സ്തോത്രം. റെമിഷൻ ഓഫ് സിൻ, പാപക്ഷമ. അത് ദൈവത്തിന്റെ ക്രൂശിൽ കയറാതെ തന്നെയും യേശുവിന് പാപം പരിഹരിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വിധി അങ്ങനെയായിരുന്നില്ല. ഇന്നലെ നമ്മളത് കണ്ടതാണല്ലോ. ന്യായപ്രമാണം നിവർത്തിക്കുക, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിക്കുക. അതിനുവേണ്ടിയാണ് നിവർത്തിക്കാൻ. എന്നിട്ടാണ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, ടെറ്റലസ്റ്റായി, നിവൃത്തിയായി. സ്തോത്രം, നിവൃത്തിയായി. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യന്, ആദാമ്യവർഗത്തിന്, ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനും ആ വർഗത്തിനും നഷ്ടപ്പെട്ടതൊക്കെ ക്രിസ്തു തൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് തന്നെ തിരികെ നടത്തി കാണിച്ചു. നിയമപരമായി ക്രൂശിൽ മരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി, പാപം നിമിത്തം മനുഷ്യജാതിയുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന പിശാചിനെ നീക്കി. അതാണ് 2:14-15. സ്തോത്രം. നമ്മുടെ പാപം നിമിത്തമാണ് പിശാചിന് നമ്മുടെ മേൽ പിടുത്തം വന്നത്. ഇവൻ പിടിച്ചുകൊണ്ടിരുന്ന പാപത്തെ തന്നെ കർത്താവ് അങ്ങില്ലാതെ ആക്കിയപ്പോൾ ഇവനിപ്പോൾ പിടിക്കാനൊന്നുമില്ല. അങ്ങനെയാണ്
സാത്താന്യ ശക്തിയിൽ നിന്നും, അല്ലെങ്കിൽ മരണാധികാരി എന്ന് സാത്താനെ വിളിക്കുന്നത്, പാപം നിമിത്തം അവന് ലഭിച്ച ഒരു അധികാരം. യേശു അതിന് പരിഹാരം വരുത്തിയപ്പോൾ പിശാചിന് നമ്മുടെ മേലുള്ള ന്യായമായ അവകാശവും അധികാരവും നഷ്ടപ്പെട്ടു. സ്തോത്രം. Satan did not have a legitimate right over us. But because we disobeyed our God and Father, he subjected us unto the devil, his enemy. But when Jesus made the atonement on the cross for our sin, and he took the punishment, the condemnation of sins upon his body, as per Romans 8:3, we are now totally freed, and Satan no more has any hold or any clutches over us, since Jesus Christ removed those sins or sin on which the devil had a hold. നമ്മുടെ പാപം നിമിത്തം ദൈവം നമ്മെ ശത്രുവിന്റെ കയ്യിലിട്ടങ്ങ് ഏൽപ്പിച്ചു, മരണത്തിനും ദ്രവത്വത്തിനുമൊക്കെ അടിമയാക്കി. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയപ്പോൾ പിശാച് അതുവരെ പിടിച്ചുകൊണ്ടിരുന്ന പാപമേ ഇല്ലാതായി. അവന് നമ്മുടെ മേലുള്ള ന്യായമായിട്ടില്ലായിരുന്നു, ദൈവം ഏൽപ്പിച്ചു കൊടുത്തായിരുന്നു, ആ അധികാരവും നഷ്ടപ്പെട്ടു. നമ്മൾ സ്വതന്ത്രരായി. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളത്, no more the devil has any legitimate authority or right over us. പിശാചിന് ന്യായമായ യാതൊരു അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ മേൽ ഇല്ല. എന്നാൽ സ്വയതാൽപര്യത്തോടെ, സ്വയസമർപ്പണത്തോടെ, ഞാൻ ഈ പുള്ളി അങ്ങ് സേവിച്ചോളാം എന്നും പറഞ്ഞ് സമർപ്പിച്ചാൽ ശുശ്രൂഷിക്കും അവനെ, അവൻ്റെ ചരണസേവ ചെയ്യുമെന്നേ ഉള്ളൂ. അല്ലാതെ അവന് നമ്മുടെ മേൽ യാതൊരു അധികാരവും ഇന്നുമില്ല. സ്തോത്രം. അപ്പോൾ അതാണ് എങ്കിലും ആ ഒരു താരതമ്യം. ഒന്നാം ആദാമിന് നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ ആദാം നമുക്ക് തിരികെ തന്നു. സ്തോത്രം. മനുഷ്യകുലം മുഴുവനും നമ്മുടെ കർത്താവിൻ്റെ ഭാവി ലോകത്ത് അവനോടുകൂടെ സകല സൃഷ്ടിയുടെ മേലും പൂർണ്ണ അധികാരം നടത്തും. അത് നമ്മുടെ പ്രത്യാശയാണ്. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പും വാഗ്ദത്തവുമാണ്. അത് നോക്കി ഈ ഭൂമിയിൽ നമ്മുടെ കാലം കഴിപ്പാൻ, പ്രത്യാശയോടെ ജീവിപ്പാനും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം.